അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സമാധാനമായിട്ട് പോകുന്നുണ്ട്. ചായ ജിനി, പാൽക്കാരി ജിനി, എന്തൊക്കെ പേരാ എനിക്ക്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇതൊന്നും അല്ല കേട്ടോ. സ്റ്റാർട്ടിങ് വരും. ഓടിപ്പടച്ചിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. രാവിലെ എണിച്ച് ഭയങ്കര ഒരു തിരക്കായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ്, കറി, ചോറ്, അതിനുള്ള കറി എല്ലാം കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പം മാക്സിമം ഞാൻ റിഹാൻ ഇച്ചിരി തടിക്കാൻ വേണ്ടിയിട്ട് ചോറ് തന്നെ ഇങ്ങനെ മാക്സിമം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് കൊടുത്താൽ തടിക്കുമോ? ചോറ് ഞാൻ കഴിച്ചാൽ തടിക്കാറുണ്ട്, പക്ഷെ ഓനെ അവിടെ തടിക്കണ് വല്ലാത്തൊരവസ്ഥയാണ്. തടി വെക്കേണ്ട ആൾക്കാർ തടിക്കൂല, തടി കുറയേണ്ട ആൾക്കാർ കുറയൂല. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. പാല് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ചായ വന്നിട്ടാണ് ചായ വെച്ചിട്ടാണോ പാല് വരുന്ന ജിനി എന്ന് ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തോ വോയിസ് ഓവറിൽ കൊടുത്തില്ല, എന്തോ മാറ്റം വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദാ വേഗം വെള്ളം ഒഴിച്ച് അതിലോട്ട് ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ടു. ഇന്ന് എൻ്റെ ഒരു ഫുൾ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ജിമ്മിൽ പോകുന്നത് വരെയുള്ള നമ്മുടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് എടുത്തേക്കുന്നത്. റെസിപ്പി കാര്യമായിട്ടൊന്നും ഇല്ല ഇതിൽ, എന്നാലും പറ്റുന്നതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ ഇന്ന് എന്താ സംസാരിക്കണ്ടേന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു ദിവസം കൂടിയാണ്. ഇത്രയും ദിവസം ഇങ്ങനെ സംസാരിച്ചിട്ട് സബ്ജക്റ്റ് ഇല്ലാണ്ടായ പോലെ തോന്നുക കേട്ടോ എനിക്ക്. അപ്പം എന്തായാലും നമുക്ക് കമൻസും കാര്യങ്ങളൊക്കെ പറയണം. ഇച്ചിരി അങ്ങോട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിന്നെ കമൻറ്റിലോട്ട് നമുക്ക് പോവാം അല്ലേ. ഇന്ന് ഞാൻ പോയി അടിച്ചു വാരില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് മാക്സിമം എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ചായ ഉണ്ടാക്കി, റിഹാൻ്റെ ചായ ഒന്ന് ആറ്റിയിട്ട് അവനക്ക് കൊടുക്കണം. ഞാനും ചായ എടുത്തിട്ടുണ്ട്, ഉമ്മാക്കും ഉപ്പാക്കും ചായ കൊണ്ട് കൊടുത്തിട്ടുമുണ്ട്. ഇന്ന് ഞാൻ ഭയങ്കര നേരത്തെ ഒന്നും എണിച്ചിരുന്നില്ല. നേരത്തെ എണിച്ചു, അപ്പം നോക്കുമ്പോൾ ഫോണിൽ ചാർജ് കുറവായിരുന്നു. അപ്പം ശരി, ചാർജ് ആവണ വരെ ചുമ്മാ അവിടെ ഇരിക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. എന്നിട്ട് പിന്നൊരു 5:45, 6 മണിയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ കിച്ചണിലോട്ട് പോയത് കേട്ടോ. അല്ലെങ്കിൽ കിച്ചണിലോട്ട് ഒരു 5:30 പോകണമെങ്കിൽ നമുക്ക് ഒരു 5-5:15 എണീക്കണം. അപ്പൊ ഇന്ന് കുറച്ച് വൈകി. ഓക്കെ, അപ്പോൾ ചായ എല്ലാം കുടിച്ച ശേഷം ഞാൻ വേഗം വന്ന് വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെയിലി 2 വാഷുണ്ട്. മെഷീൻ ഉള്ളത് കൊണ്ട്, മെഷീൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അലക്കിയിട്ട് അത് ശീലമായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഓരോ സാധനങ്ങൾ നമ്മുടെ കംഫർട്ട് സോണിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ശീലങ്ങളൊക്കെ മാറും. ഇതെൻ്റെ ലൈറ്റാണ്. ഈ ലൈറ്റ് ഇടുമ്പോഴാണ് നമ്മുടെ വീഡിയോക്ക് അത്രയും വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, താങ്ങാൻ ആളുള്ളവർക്ക് തളർച്ചയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. ഇപ്പൊ ഞാൻ കല്ലിൽ അലക്കി ശീലിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വാഷിംഗ് മെഷീൻ്റെ ആവശ്യമേ ഇല്ല. വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിക്കും ഇത് പണി മുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് കാട്ടും പഠിച്ചു തമ്പുരാനെ എന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കും. കാരണം അത്രയും ഡ്രസ്സുകൾ ഉണ്ടാവും നമുക്ക്. 2 വാഷ്, ചിലപ്പോൾ അത് 3 വാഷ്. അപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മെഷീൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡ്രസ്സിന്റെ ഉപയോഗം കുറക്കുമായിരിക്കും. പിന്നെ കുട്ടികളെ കൊണ്ട് ഞാൻ ഡ്രസ്സ് അലക്കിപ്പിച്ച് ശീലിപ്പിച്ചിട്ടുണ്ടാവും. ഞാനും എൻ്റെ ഡ്രസ്സ് അങ്ങനെ അവനവൻ്റെ ഡ്രസ്സ് അലക്കിയിട്ടുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ അധികം അലക്കാത്ത ഒരാളാണ്. കാരണം വീട്ടിലുണ്ടാവുമ്പോൾ ഉമ്മ അലക്കി തരും. പിന്നെ കല്യാണം കഴിഞ്ഞ് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞത് കൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ മെഷീനും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അലക്കേണ്ട അങ്ങനെ എൻ്റെ ലൈഫിൽ ആവശ്യം വന്നിട്ടില്ല. കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ അലക്കിയിരുന്നു. അതൊക്കെ പിന്നെ കുറച്ച് ചെറിയ ഡ്രസ്സുകളല്ലേ. അവർ വലുതായപ്പോൾ പിന്നെ യൂണിഫോം അലക്കിയിരുന്നു, അതും പോയി ഇപ്പോൾ. ഓക്കെ, നമുക്ക് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈൻ്റെ റെസിപ്പി കാണാം അല്ലേ. വെളിച്ചെണ്ണയിലോട്ട് വലിയ ജീരകം ഇട്ടു, ഉള്ളിയും പൊട്ടറ്റോ ഇട്ടു. നമ്മൾ മസാലകളായിട്ട് ഇട്ട് കൊടുത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കസൂരി മേത്തി ഇപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാറ്റിലും ആഡ് ചെയ്ത് കൊടുക്കും. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി സോസും കുറച്ച് വെള്ളം ഒഴിച്ചു. എൻ്റെ ഫുഡ് പലതും അൺഹെൽത്തി ആണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഹെൽത്തി വേർഷൻ സോസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അങ്ങനെ നമ്മളിതാ വേഗം കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഇനി ഒരു 1 വീക്കിന് മാക്സിമം ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുഡുകൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് ഓയിലേ യൂസ് ചെയ്യുന്നുള്ളൂ.
ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓയിൽ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ. പിന്നെ നമ്മളൊരു ഇടിയപ്പാണെന്ന് ഉണ്ടാക്കുന്നത്, അതിലോട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറിയും ഉണ്ടാക്കി കേട്ടോ. രാവിലെ എണിച്ചതും ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒന്നിച്ച് വഴറ്റാനൊക്കെ വെച്ചത്. പിന്നെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. കറിക്ക് പിന്നെ തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇന്ന് ഒരു തേങ്ങ യൂസ് ചെയ്തു. തേങ്ങ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക് ചിലപ്പോൾ 2-3 തേങ്ങയൊക്കെ വേണ്ടി വരും. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഉള്ളി ഇതൊക്കെ ആയി പിന്നെ ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ചിക്കൻ മസാല, 2 വിധം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ എല്ലാ മസാല ഇട്ടിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുത്ത് നമുക്ക് ഓയിൽ ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ ഇടിയപ്പത്തിലേക്ക് എങ്ങനെ വാട്ടണമെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് വാട്ടിയെടുക്കാറ്. ഒരു ഭാഗത്ത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കും, വെള്ളം മറ്റേ കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാലോ. ഉണ്ടാക്കി ശീലമുള്ളവർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് വീണ്ടും, അതായത് വെള്ളം ഒഴിക്കൽ നിർത്തിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയ പിന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചും കൂടി എടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഇടിയപ്പം ഇതാ റെഡി. ഈ ഒരു സംഭവം മേടിച്ച് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇടിയപ്പമാണ്. എനിക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ എന്താ വേഗം വേഗം. പിന്നെ ഇത് ഭയങ്കര നൈസ് നൂലുമാണ് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇടിയപ്പം വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ചോറാണ് ഞാൻ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആക്കുന്നത്. അപ്പോൾ ഇടിയപ്പം എന്തെങ്കിലും ദോശമാവ് ഉണ്ടാകുന്നില്ല. ദോശയ്ക്ക് ആട്ടിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്ന് എന്തായാലും ആട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ എഗ്ഗൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എഗ്ഗ് കുത്തി ഉടച്ച ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. എഗ്ഗിന്റെ ഒരു ഫ്ലേവർ വരട്ടെ പറഞ്ഞിട്ട് ഒരു 3 എഗ്ഗ് അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ചതും ചേർത്തി കൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഇടിയപ്പത്തിൽക്കൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ. അപ്പൊ രാവിലെ എണിച്ച് നമുക്ക് ഭയങ്കര തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി. മുട്ടക്കറി ആകുമ്പോൾ മറ്റേത് മുട്ട പുഴുങ്ങി അതിൽ എന്താ പറയാ തൊലി ഉരിഞ്ഞ് ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇതാകുമ്പോൾ എഗ്ഗിന്റെ ഫ്ലേവറും കിട്ടും, എഗ്ഗ് ഇടക്കിടക്ക് കടിക്കാനും കിട്ടും. ഓക്കെ, അങ്ങനെ എല്ലാം റെഡിയായി ഞാൻ ടേബിളിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് തന്നെ ചോറും കറിയും ഒക്കെ ആക്കാം, കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. ചൂടോടെ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്, കാരണം അത്രയും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ്. അതന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ നമ്മുടെ ഡെയിലി റൊട്ടീനിന്ന് നമുക്കത് മാറിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു ചേഞ്ച് നമുക്ക് നല്ല പോലെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഇടിയപ്പൊക്കെ 2 പേരുടെ പാത്രത്തിൽ ഇട്ട് തിളച്ച കറി ഒഴിച്ചു കൊടുക്കണം. അയൻകുട്ടിന്റെ നാക്ക് പൊള്ളി തോന്നുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് ചോറൊന്നാക്കിയിട്ട് എടുക്കണം. ചോറും പിന്നെ ഞാൻ ഉണ്ടാക്കിയെന്നില്ലേ ഉരുളക്കിഴങ്ങ് മസാല പോലത്തെ ഫ്രൈ, അതും ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. റിഹാൻക്ക് ടേസ്റ്റ് നോക്കണം പറഞ്ഞപ്പോൾ അവനക്ക് കൊടുത്തു. അയാനാണെങ്കിൽ ചോറ് വേണ്ട ജിനിമ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരി, ഞാൻ അവനക്ക് ഇടിയപ്പം ഉണ്ടാക്കിയത് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കഴിക്കാൻ മാത്രമാണ് ഇപ്പൊ ഞാൻ രാവിലെ എണിച്ചതും ഇടിയപ്പം ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് ഇനി പിന്നെ ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് ഒന്നിച്ച് ഞാൻ മാവ് വാട്ടിയില്ല കേട്ടോ. അങ്ങനെ അയാൾക്ക് ഞാൻ ഇടിയപ്പം തന്നെയാണ് സ്കൂളിലോട്ടും ആക്കിയത്. പിന്നെ അവൻ വന്നിട്ടും ഇടിയപ്പം കഴിച്ചത്. ഇന്ന് മൊത്തം അവന്റെ വയറ്റിൽ ഇടിയപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ചോറ് കഴിച്ചിട്ടേ ഇല്ല കുട്ടി. അങ്ങനെ തന്നെയാണ്, ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാ. ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ ഒരു ചിക്കൻ പീസോ ഒരു മീനിന്റെ പീസോ ഉണ്ടെങ്കിൽ അത് നോക്കി നോക്കി കഴിക്കൂട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാളും. ഞാൻ പിന്നെയും വെജിറ്റബിൾ കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യും. ഞാനാണ് ഒട്ടും വെജിറ്റബിൾ കഴിക്കാത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ചീരയൊക്കെ ഉള്ളത് പരിപ്പിലിട്ടുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത് അവര് കഴിക്കും.
മുരിങ്ങ ചീരയ്ക്ക് പരിപ്പിലിട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കണതിൻ്റെ മെയിൻ റീസൺ അത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. മുരിങ്ങ നമ്മൾ ഉപ്പേരി പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയൻകുട്ടി കഴിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിഹാൻ പിന്നെയും കഴിക്കും കേട്ടോ അങ്ങനത്തെയൊക്കെ. അങ്ങനെ പിള്ളേരുടെ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോയി. ചോറ് വെച്ചതിന് ഞാൻ ഒന്ന് കാസറോളിലൊന്നും ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട്, അതെല്ലാം കഴുകിയെടുക്കണം കേട്ടോ. പിന്നെന്താ സത്യം ജിനി പറഞ്ഞത്, വീട് നല്ല അടിപൊളി ആയിരിക്കുമ്പോൾ ആരും വരൂല. ഒരു ദിവസം അടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ അന്ന് കുറേ ആൾക്കാർ ഗസ്റ്റ് ആയിട്ട് വരും. നല്ല രസമാണല്ലേ. അപ്പോഴത്തെ ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ജിനിയുടെ വീഡിയോ കാണാൻ നല്ല ഇഷ്ടമാണ്, വെയിറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ ഹൈപ്പും കൂടെ ചെയ്തു കൊടുക്കണേ കേട്ടോ. ഹൈപ്പ് ചെയ്യണം എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല, പക്ഷെ അത് യൂട്യൂബിൽ വന്നൊരു ഇതാണ് കേട്ടോ, ഓപ്ഷനാണ്. അപ്പം അത് നല്ലതാണെന്ന് പറയുന്നിട്ടുണ്ട് വീഡിയോക്ക്. അപ്പം നിങ്ങളൊന്ന് ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ കസിന് തിരുപ്പൂരാണ് വീട്. ഓ, തിരുപ്പൂര് റൗത്തർ ബിരിയാണി സൂപ്പർ ആയിരിക്കും കേട്ടോ. തമിഴ്നാട് അങ്ങോട്ട് പോക ആ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ കാലിക്കറ്റുള്ള ആൾക്കാരാണ് അല്ലേ? കാലിക്കറ്റുള്ള ആൾക്കാർ അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റൂലല്ലോ, നിങ്ങൾക്കൊക്കെ പറ്റിയോ? അപ്പം എന്തായാലും എൻജോയ് ചെയ്ത് കഴിക്കുക. ഇനിയും കഴിക്കാൻ കുറേ അവസരങ്ങൾ കിട്ടട്ടെ. റൗത്തർ ബിരിയാണി സൂപ്പറാണ്, ഞാനും ഉണ്ടാക്കാറുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. ഈ ഒരു ഇയോബിന്റെ പുസ്തകത്തിലാണ് അല്ലേ ബിരിയാണി, അത് അതിൽ റാവുത്തർ ഉണ്ട് കോൺസെപ്റ്റ്. റാവുത്തർ ബിരിയാണി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൽ ഞാൻ ബിരിയാണിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കണ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കൊതി വരും. വർണ്ണിക്കുക മീൻസ് അവനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അപ്പോൾ ഇറച്ചിയും മുട്ടയും ചോറും ഒക്കെ ഒന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നൊരു സംഭവമല്ലേ ബിരിയാണി എന്ന് പറഞ്ഞാൽ. അതൊരു ഒരു അത്ഭുതമാണ് അല്ലേ, ഭയങ്കര ഒരു അത്ഭുതമാണ് അത്, ആ ഒരു സംഭവം. അത് എപ്പോഴും എവർഗ്രീൻ അത്ഭുതമാണ്. എല്ലാവർക്കും എത്ര വർഷമായി അത്, എപ്പോഴും ആ ഒരു അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ. അപ്പം എന്തായാലും ഞാൻ ഒരുപാട് വർണ്ണിക്കുന്നില്ല, എനിക്ക് വർണ്ണിക്കാൻ അത്രയ്ക്കൊന്നും അറിയില്ല. ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കിയിട്ട് ചായയൊക്കെ കുടിക്കട്ടെ. പിന്നെന്താ, അസ്സാം വലൈക്കും. വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണാൻ സൂപ്പറാണ്, പക്ഷെ ഇപ്പോൾ കാണൽ കുറവാണ്, തിരക്കിലാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇറ്റ്സ് ഓക്കെ, തിരക്ക് കഴിയുമ്പോൾ കാണാം കേട്ടോ. നല്ല രസമായിരുന്നു ഇന്നത്തെ വീഡിയോ കാണാൻ. താങ്ക് യു സോ മച്ച്. എന്ത് ഫുള്ള് തൊടി അടിച്ചു പറഞ്ഞു, വീഡിയോ കാണാൻ നല്ല രസമായിരുന്നു അല്ലേ. ഞാനിങ്ങനെ അടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും, പക്ഷെ എനിക്കും അത് രസം തന്നെയാണ് കേട്ടോ. പിന്നെ റാവുത്തർ ബിരിയാണിയുടെ ഗരം മസാല റെസിപ്പി പറയുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയണ മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ. ദോശയ്ക്ക് എങ്ങനെ ഇടാറ് ചോദിക്കാറുണ്ട്. ഞാനിവിടെ ഒരു 4, 5, 6 കപ്പ് വരെയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അത് വിചാരിച്ച ഒരാഴ്ചത്തേക്കുള്ള മാവൊന്നും ഉണ്ടാവില്ല, അത് വിചാരിച്ച് പേടിക്കണ്ട. 4 കപ്പാണെങ്കിൽ ഇതുപോലെ 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുക. ഇതിപ്പോൾ 6 കപ്പായതുകൊണ്ട് ഞാൻ 1.5 കപ്പ് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി ഉലുവയും ചേർത്തിട്ട് നമുക്കിതൊരു 6 മണിക്കൂർ നേരത്തേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കഴുകണതിന് മുമ്പ് പാത്രങ്ങൾ ഇനിയും കഴുകാനുണ്ട്, ഞങ്ങൾ കഴിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അരിനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ റാവുത്തർ ബിരിയാണിക്ക് സ്പെഷ്യലായിട്ടുള്ള ഗരം മസാലയൊന്നുമില്ല, എല്ലാ ഗരം മസാലേൻ്റെ റെസിപ്പിയും തന്നെയാണ് ഇതിനും. എല്ലാ ഗരം മസാല യൂസ് ചെയ്യണ പോലെ തന്നെയാണ് ഇതിനും യൂസ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഗരം മസാല റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബോറടി ഒന്നുമില്ല, ഡെയിലി വീഡിയോ കാണാൻ വെയിറ്റിംഗ് ആണ്. പിന്നെ ചമ്മൽ മലപ്പുറം സ്ലാങ് ആണോ? ഇവിടെ ചപ്പ് എന്നാണ് പറയുക. ചപ്പ് എന്നാണോ? ചമ്മല എന്ന് പറയൂലേ? ചമ്മല എന്ന് ഞങ്ങൾ പറയുമല്ലോ. ഞാൻ നിയർ മലപ്പുറം ആണ് കേട്ടോ, പക്ക മലപ്പുറം അല്ല. ഡിസ്ട്രിക്റ്റ് ഞങ്ങൾ പാലക്കാട് തന്നെയാണ്, പക്ഷെ കുറേ ഞങ്ങളുടെ കൾച്ചർ മലപ്പുറത്തുനിന്നുണ്ട്, സ്ലാങ് മലപ്പുറത്തുനിന്നുണ്ട്. അപ്പം ഞാൻ ചമ്മലാന്ന് കേട്ടിട്ടുണ്ട്, ചമ്മൽ എന്നല്ല ചമ്മലാന്നാണ് കേട്ടോ ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത്. ഇവിടെ എന്താ ഇല, കരിയില അങ്ങനെയൊക്കെ പറയും തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ചമ്മലാന്ന് ഇവിടെയും പറയുമെന്ന് എനിക്ക് ഇനി അറിയില്ല കേട്ടോ, ഭയങ്കര കൺഫ്യൂഷനായി. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ നീറ്റാക്കിയ ശേഷം ഞാൻ നമ്മുടെ
അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാണ് കേട്ടോ, പച്ചരി. അപ്പം അതിൽ വണ്ടും ഇതൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പം അത് കഴുകും. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ മേടിക്കുക. എല്ലാ മാസം പോയിട്ട് ഞാൻ അരി മേടിക്കാറില്ല കേട്ടോ, ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മേടിക്കുക. എൻ്റെ അരി അങ്ങനെ പെട്ടെന്ന് തീരാറുമില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ബാക്കി ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാമല്ലോ, നമ്മൾ വെറുതെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വണ്ടും ഇതൊക്കെ വെറുതെ എന്തിനാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, നമ്മൾ മേടിക്കാണ്ടിരുന്ന വേറൊരാൾക്ക് അത് കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ, അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ പറയണൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലെ. അങ്ങനെ രാവിലത്തെ സംഭവങ്ങളും വേസ്റ്റ് കൊട്ടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചൺ മാത്രം ഒന്ന് അടിച്ചു വാരാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം അവിടെയും കൂടി ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് ബോക്സ് നല്ല മൊഞ്ചുണ്ട് കാണാൻ, അതാ ലെമൺ റൈസിന്റെ ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഏത് ലോഷനായാലും ഭയങ്കര ചെലവാണ്, നമ്മൾ നോക്കി കണ്ടെടുത്താൽ മതി, എത്ര ഒഴിച്ചാലും തികയൂല എന്ന്. പക്ഷെ മെഷീനിൽ അങ്ങനെ ഒത്തിരി ഒഴിക്കാനും പാടില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതിനൊരു റേഷ്യോ ഉണ്ട്, അതിൽ തന്നെ ഒഴിക്കണം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ജസ്ന നാസർ. പിന്നെ ഹായ് സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് മുത്തേ. എൻ്റെ മോൾക്ക് 10th എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ് പറയണം കേട്ടോ മോൾക്ക്. മൂത്ത മോൻക്ക് 12th എക്സാം സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് മോൻക്ക് 15th എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഒക്കെ ഭയങ്കര ടെൻഷനിലാണ് അല്ലേ എക്സാമിന്റെ. എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കുട്ടികളെ പഠിക്കുക പറയും. പക്ഷെ ഇങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം എന്ന് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും കുട്ടികള് അത്യാവശ്യം മാർക്ക് പേടിച്ചിട്ടൊന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇത് ഉണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ പിന്നാലെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂല. പക്ഷെ അതായിരിക്കും ചിലപ്പോ പറഞ്ഞുകൊണ്ടേയിരുന്ന അവരൊന്നും കൂടെ ഒന്ന് സെറ്റ് ആവുമോ, എനിക്ക് കറക്റ്റായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ തേങ്ങാ ചിരവി മേടിച്ചിട്ടുണ്ട്. മെഷീന് നല്ല ഹെൽപ്ഫുൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നല്ല ഹെൽപ്പാണ് അല്ലേ. ഞാനിന്ന് അതൊന്ന് നോക്കണം, ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ണിത്തണ്ട് ഉപ്പേരി ഉച്ചയ്ക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പായസത്തിന്റെ ചെറുപയർ പരിപ്പില്ല, അതും പിന്നെ താളിച്ചുകൊണ്ട് കുറച്ച് തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉണ്ണിത്തണ്ടും ഇട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ കറിയായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് സുക്കട്ടിക്ക കറിയാണ്. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു വിട്ടിട്ട് പോകാം. കാരണം ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം നല്ലോണം വ്യൂ ഒക്കെ വന്നൊരു വീഡിയോ ആണ്. ഇനിയിപ്പോ വെറുതെ ഇട്ടിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാണാത്തോലുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതാ നമ്മള് അപ്പുറത്തെ ഉപ്പേരി ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ഉലുവി ജീരകം ഇട്ട് കൊടുത്ത് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സുക്കട്ടിയിൽ പ്രാവശ്യം പഴുത്ത സുക്കട്ടിയും കൂടെ ഉണ്ട്. സുക്കട്ടി തക്കാളി. അയ്യോ, ഇതിനില്ലാത്ത പേരൊന്നുമില്ല, എന്തോരം പേരാന്നറിയോ ഇതിന്. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. എൻ്റെ ഇപ്പോഴും കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യും. എനിക്ക് എന്തോ പുളിയുള്ള കറിയിൽ അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ പോലെയാ. പിന്നെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി പുളിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഈ പുളി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മീൻ കറിക്കൊക്കെ ഉള്ള അതേ പുളിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ തേങ്ങ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് അരച്ചും കൂടെ കൊണ്ടുവരണം. നല്ല മയ്യ് പോലെ അരക്കണം. പണ്ടത്തെ ആൾക്കാർ പറയും നല്ല മയ്യ് പോലെ അരച്ചിട്ട് കുറച്ച് കുറുന്നനെ ഈ ഒരു സുക്കട്ടിക്ക കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. പൊതിച്ചോറിൽക്കൊക്കെ ആക്കുമ്പോൾ ഇവിടുത്തെ ബാപ്പാന്റെ ഉമ്മ അങ്ങനെ പൊതിച്ചോറൊക്കെ കെട്ടിക്കൊടുക്കുമ്പോൾ അതിൽ ഈ സുക്കട്ടിക്ക കറി ഇങ്ങനെ നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട്, എനിക്ക് പണ്ട് പറഞ്ഞു ഓർമ്മയാണ് കേട്ടോ, കറക്റ്റ് ആണോ എന്നറിയില്ല, അത് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കും. ഇത്ര ഭയങ്കര സ്മെല്ലായിരിക്കും അത് തുറക്കുമ്പോ എന്നൊക്കെ ഉപ്പ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പ്രാവശ്യം വിചാരിച്ചു കുറച്ച് കട്ടിക്ക് തന്നെ ഉണ്ടാക്കാന്ന്. നമ്മളെപ്പോഴും അത്രയൊക്കെ കട്ടിക്ക് ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ കായും കാര്യങ്ങളൊക്കെ ഒന്ന് വേവട്ടെ. ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത്
പിന്നെ ഹാളിലും എല്ലാവിടെയും ഒന്ന് പോയി തുടക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടക്കൽ പിന്നെ എത്ര വൈകിയാലും അതൊരു മസ്റ്റാണ്. ജസ്റ്റ് കോലുകൊണ്ടൊന്ന് വീശി വിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എല്ലാവിടെയും തുടക്കുന്നുണ്ട്. വീഡിയോയിൽ ഇപ്പൊ ഈ ഒരു ഭാഗം മാത്രമേ കാണുന്നുണ്ടെങ്കിലും കൂടെ നമ്മളെല്ലാ ഭാഗവും തുടക്കാറുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ കഴുകിയ ശേഷമാണ് വീണ്ടും നമ്മൾ കുക്കിങ്ങിലോട്ട് തന്നെ ഇതാവുക. ടേസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. തേങ്ങ അരച്ചതും ചേർത്തി കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയാണ്ട് കുറച്ച് അധികം കട്ടിയിൽ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം. ഇന്ന് അങ്ങനെ കഴിക്കാൻ ഒരു പൂതി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം കൊണ്ട് കറി കഴിഞ്ഞു കേട്ടോ. അത് വേറെ കാര്യം. രാവിലത്തെ കറിയും കഴിഞ്ഞു, ഉച്ചക്കത്തെ കറിയും കഴിഞ്ഞു. പെട്ടെന്ന് കറി തീരും. ഇവിടെ കറി ഫാമിലി എന്ന് വരെ പേരിട്ടിട്ടുണ്ട് എൻ്റെ താത്ത ഞങ്ങൾക്ക്. അങ്ങനെ എന്താ പറയാ, ഇതാ കഴിഞ്ഞു. ഇന്നത്തെ ഉച്ചവരെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കുട്ടികൾ വന്നത് സ്നാക്കൊന്നും പിന്നെ നമ്മൾ ഉണ്ടാക്കൂല. എൻ്റെ ഒരു ക്യാഷ്വൽ ഡേ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അത് വിചാരിച്ച് ജീനിത്ത ഈവനിങ് സ്നാക്ക് എന്താ ഉണ്ടാക്കുക എന്നൊന്നും ചോദിക്കണ്ട, വല്ലപ്പോഴും ഉണ്ടാക്കുക. ഇവിടെ ഇപ്പോൾ ഉപ്പാക്കും കുട്ടികൾക്കൊക്കെ പക്കവട കഴിക്കാനൊരു പൂതി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അത് ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് കുക്ക് ചെയ്തതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞു. ഞാനിപ്പോൾ അടുക്കളയിൽ വേസ്റ്റ് വെക്കുന്നേ ഇല്ല, അപ്പം കൊണ്ടുപോയി കളയാണ്. കാരണം കോണീച്ചകൾ വന്നിട്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം അതിനൊക്കെ കൊണ്ടുപോയിട്ട് പാത്രങ്ങൾ കഴുകിയതിനൊക്കെ അതിൻ്റെതായ സ്ഥാനത്തോട്ട് മാറ്റി വെച്ചു. സുഖമാണ്. ജിനി മോൾക്ക് എക്സാം 15-നാണ്, എല്ലാവർക്കും 15-നാണ് കേട്ടോ. എവിടെയാണ് തന്നെയാണ്. റാവുത്തർ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കും. എല്ലാ വീഡിയോസും എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ ഹായ് ഹലോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിനി വ്ളോഗിലും ഇതുപോലെ കുറേ ആൾക്കാർ കമൻറ്റ്സ് ചെയ്യാറുണ്ട്. നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. FBയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ. പിന്നെ ചീര ഉപ്പേരി എങ്ങനെയാ ഉണ്ടാക്കുന്നത്, അറിയാത്തത് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. കഴിക്കുന്നത് നല്ലതാണോ ചോദിക്കുന്നുണ്ട്. എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, എന്നാൽ നല്ലതാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണ് ഈ കമൻസ് ഒക്കെ വരുന്നത്. എൻ്റെ ലോങ് വീഡിയോയും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷോർട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ. അപ്പം ഞാൻ അവർക്കൊരു റിപ്ലൈ കൊടുക്കാം അല്ലേ. നാളത്തെ ലോങ് വീഡിയോ കാണൂ, അതില് റിപ്ലൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും. ഇന്ന് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന്, കറി ഓൾറെഡി ചൂടുണ്ട് മൺചട്ടിയിലല്ലേ, അപ്പോൾ അത് ചൂടാക്കേണ്ടി വന്നിട്ടില്ല. രാവിലെ ചോറ് വെച്ചതിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കിയിരുന്നില്ലേ ഒരു ഫ്രൈ പോലത്തെ, അപ്പോൾ അതൊന്ന് ചൂടാക്കി നമ്മുടെ ഉപ്പേരി വെച്ച് തൈര് വെച്ച് പിന്നെ അച്ചാറും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം പോയി ഇങ്ങനെ കിടക്കും. ആ കിടത്തുണ്ടല്ലോ, അതൊരു അൽഹംദുലില്ലാ എന്നും പറഞ്ഞിട്ടുള്ള ഒരു കിടത്തം. സൂപ്പർ കിടത്താണ്, സുഖമുള്ളൊരു കിടത്താണ്. എല്ലാം കഴിഞ്ഞിട്ട് പോയി ഒന്ന് മയങ്ങുന്നത്. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കൂടിയും കഴുകാനുണ്ടായിരുന്നു. നമ്മൾ ചൂടാക്കിയ പാത്രങ്ങൾ, കുക്ക് ചെയ്ത ആ ഒരു 2-3 പാത്രങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ കഴിക്കണതിന് മുമ്പ് തന്നെ അത് കഴുകാറുമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊന്ന് വേഗം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ചീരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഷുഗർ ചീര എന്നാണ് പേര്, ചായമൻസ. പിന്നെ അതിനും കുറേ പേരുകളുണ്ട് കേട്ടോ. അത് അതിൻ്റെ തളിരില വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചത് എനിക്ക് അത്രക്ക് പറ്റിയില്ല, ഇവിടെ ആർക്കും അത്രക്ക് പറ്റിയില്ല. പ്ലാസ്റ്റിക് കഴിക്കണ പോലെ ഉണ്ട് എന്നാണ് മോൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു ഇളം പച്ച നിറത്തിലുള്ള ഇല മാത്രം കഴിക്കുക കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതാ ഞാൻ കുട്ടികളുടെ റൂമിൽ ഉച്ചയ്ക്ക് കിടക്കാറുള്ളൂ, കാരണം അവിടെയാണ് കുറച്ച് തണുപ്പുള്ളത് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. അയൻകുട്ടി സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കൂല കേട്ടോ. ഇങ്ങനെ ഫോണും നോണ്ടി കുറച്ച് നേരം ഇരിക്കും. പിന്നെ അവൻ ട്യൂഷന് ഓടും. അവനക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ അവൻ കഴിക്കും. അതായത് ബിരിയാണി, പൊറോട്ട ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ അവൻ്റെ കഴിക്കൽ കണക്കാണ്. ചോറൊക്കെയാണ് അവൻ തൊടൂല. പിന്നെ സ്നാക്കൊക്കെ ആണെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ അവനക്ക് ഇനി ഒരു 4:50 4:45 ആകുമ്പോൾ പോയാൽ മതി. എന്നിട്ട് 5 മണിക്ക് ട്യൂഷൻ തുടങ്ങി 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരും. കഞ്ചിക്കോടാണ് അവൻ ട്യൂഷൻ പോകുന്നത്. SNDP ഹാളിലാണ് പോകുന്നത് കേട്ടോ.
അപ്പോൾ അവൻ പോയിട്ടില്ല. നമ്മളിപ്പോൾ വൈകുന്നേരം 4:15 എണീക്കും കേട്ടോ. 4:30 ഇവിടെ ബാങ്ക് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് നിസ്കാരങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ നമ്മൾ 5 മണിക്ക് എണീക്കണം, ആ ശീലം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈവനിങ് അത്യാവശ്യം സമയമുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിച്ച ശേഷം നമുക്ക് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊന്ന് ആട്ടിയിട്ടും കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ വേഗം ഞാൻ ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. റിഹാനും ഇതാ ഇപ്പോൾ വരും, ചായ കുടിക്കുമ്പോഴത്തേന് അവനും വരും. അപ്പോൾ പിള്ളേരിപ്പോൾ നമ്മൾ വാതിലൊക്കെ തുറന്ന് ഇരിക്കണ കാണുമ്പോൾ നിങ്ങളൊക്കെ നേരത്തെ എണീച്ചോ എന്ന് ചോദിക്കും. മറ്റേത് അവർ വന്നിട്ട് വാതിൽ തുറക്കാറാണ് കേട്ടോ, നമ്മൾ തുറക്കാറില്ല, അവരെ തുറക്കും. ഇപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ എണീക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെ ഞങ്ങൾ ശീലാക്കി. അത് ഇനി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം തന്നെയാണ്. കാരണം നമ്മളേക്ക് ആ സൈഡിൽ 3:30-4 മണിയാകുമ്പോഴത്തേന് നമ്മൾ 4 മണി ചായ കുടിക്കൂല്ലേ. ഇവിടെ അങ്ങനെയല്ല, 5 മണിക്കാ കുടിക്കാട്ടോ. അങ്ങനെ റിഹാന് വന്ന് അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിച്ചു. ഇനി അവനക്ക് ചോറാണ് കഴിക്കാനെന്ന് പറഞ്ഞത്, മൂക്കൊന്ന് വാടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ചോറ് തീറ്റിപ്പിക്കും, അത് വേറെ കാര്യം. രാത്രിയാണെങ്കിലും തീറ്റിപ്പിക്കും. ഞാൻ അവർക്ക് സ്കൂൾക്ക് വിട്ട് വന്നിട്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മാറ്റി വെക്കൂല. പിള്ളേരെ കൊണ്ട് ഞാനത് കഴിപ്പിക്കും കേട്ടോ. കഴിച്ചേ പറ്റുള്ളൂ പറഞ്ഞിട്ട് കഴിപ്പിക്കും. ഇനി എന്താ പറയാ, ചോറല്ല ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാന്ന് പ്ലാൻ ചെയ്താൽ ഞാൻ അന്ന് ചോറ് വെക്കൂല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. മീനാണെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ ചോറ് വെക്കും, അവരെന്തായാലും കഴിക്കും. ചിലപ്പോൾ കൂടുതൽ തന്നെ വെക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. ഇനി അരി ഉഴുന്ന് ആട്ടിയിട്ടെടുക്കണം. ദോശയ്ക്ക് ഞാൻ ആട്ടുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 2 സ്പൂണ് 2 കയ്യിൽ ചോറും കൂടെ മിക്സ് ചെയ്യാറുണ്ട്. ഞാൻ പുഴുങ്ങലരി ഇടാറില്ല കേട്ടോ, മിക്സിയുടെ ജാറിലല്ലേ അരച്ചെടുക്കണത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒരു പകുതി മുക്കാൽ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു അരി ഇട്ട് കൊടുത്തിട്ട് വെള്ളം അത്ര തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ഒഴിക്കണ്ട. എന്നിട്ട് ഹൈ സ്പീഡിൽ അങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മാവ് റെഡി കേട്ടോ. ഇത് ഇനി ഒരു 3-4 മണിക്കൂർ പുളിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ മതി, ഒത്തിരി അങ്ങ് വെക്കണ്ട. ഇപ്പൊ കുറച്ച് ചൂടൊക്കെ ഉണ്ടല്ലോ, തണുപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഓവർനൈറ്റ് ഫുള്ളും വെക്കേണ്ടി വരും കേട്ടോ. ഇപ്പൊ ഞാൻ അടിച്ചെടുത്ത മാവ് ചില സമയത്ത് എനിക്ക് രാത്രി തന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടാറുണ്ട്. ചിലപ്പോൾ റോസ്റ്റ് കിട്ടും, ചിലപ്പോൾ നല്ല തട്ടിൽ കുട്ടി ദോശ കിട്ടും. അപ്പൊ എന്തായാലും ജിമ്മ് കഴിഞ്ഞ് വന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, അതിനെ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും കേട്ടോ. പിന്നെ രാവിലെ വരെ വെച്ചിട്ട് ഒരുപാട് പുളിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ബാക്കിയുള്ള മാവ് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അവിടെ അടച്ചു വെക്കാം. ഇനി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഉപ്പാക്കും ഉമ്മാക്കും ഒന്ന് രാത്രി ദോശ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് അയാന് പിന്നെ ഇടിയപ്പം കഴിക്കുമായിരിക്കും വന്നിട്ട്, അവനൊന്നും കഴിക്കാണ്ടേ പോയത്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞൊരു 6:45 ആവുമ്പോൾ ജിമ്മിലോട്ട് ഇറങ്ങും കേട്ടോ. ഞാനും മോനും കൂടെ അവൻ്റെ കൂടെയാണ് ഇപ്പൊ ഞാൻ പോവാറുള്ളത്. രാവിലെ ഞാൻ പോവല് നിർത്തി. ഇപ്പൊ വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരും. എന്താ ഒരു പ്രശ്നം പറഞ്ഞാൽ, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല വിശപ്പാണ്. മറ്റേത് രാത്രി എനിക്ക് ഫുഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ അറിയാണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ തടി കുറയണതിന് പകരം കൂടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ. കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ വൈകുന്നേരം. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടാതിരിക്കാറില്ല. ഡംബിൾസും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കാറില്ല. അങ്ങനെ ഞങ്ങളുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുമ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. 1.5 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും. പിന്നെ ഞാൻ വിചാരിക്കും തടി കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് ഭാവിയിലുള്ള കുറെ അസുഖങ്ങൾ വരാതിരിക്കാനെങ്കിലും ഇതൊരു കാരണമാവുമല്ലോ. ഇത് നമ്മുടെ മട്ടൻ ഫ്രൈ ആണ്. ഞാൻ സൺഡേ ഉണ്ടാക്കിയ മട്ടൻ ഫ്രൈ ആണ്. ജസ്റ്റ് അത് ഇതിലൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേവിച്ച മട്ടനെ വെച്ചിട്ട് തന്നെ വീണ്ടും ഒരു ഫ്രൈ ആക്കിയതാണ് കേട്ടോ. പൊടികളിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ച് ഒരു കറുപ്പ് കളറാക്കി എടുക്കണം. ഇതുപോലെ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ ഫ്രൈ
റെഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, FB പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റ ആണെങ്കിലും ഫോളോ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എനിക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ എല്ലാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. വീണ്ടും ഞാൻ പറയണ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.